ഒരു മോശം കാലം ഉണ്ടാകാത്തതായി ആരാണുള്ളത്? കേരളത്തിലെ ഏറെ പ്രസിദ്ധനായ ഒരു ഡോക്ടർ ഇപ്പോൾ ഏറെ അവശനിലയിലാണ്. വീടും നാടും ഏറെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. എന്നാൽ ഓർമ്മക്കുറവുകൾ അദ്ദേഹത്തെ ബാധിച്ചപ്പോൾ വീട്ടുകാർക്ക് അദ്ദേഹം ഒരു ബാധ്യതയായി. നാട്ടുകാർ അദ്ദേഹത്തെ മറന്നു. മുൻപ് സന്തത സഹചാരിയായിരുന്ന ഒരു ഡ്രൈവറാണ് ഇപ്പോൾ കൂടെയുള്ളത്. മരുന്നിനും മറ്റാവശ്യങ്ങൾക്കുമായുള്ള പണം കൃത്യമായി എത്തിക്കുമെങ്കിലും മാറി താമസിക്കുന്ന മക്കൾ അദ്ദേഹത്തെ ഒന്ന് വന്ന് കാണുവാനുള്ള സൗമനസ്യം പോലും കാണിച്ചിരുന്നില്ല. ഡ്രൈവർ അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: ഓർമ്മകൾക്ക് ഏറ്റക്കുറിച്ചിലുകൾ ഇല്ലാത്ത നേരത്ത് അദ്ദേഹം ശൂന്യതയിലേക്ക് നോക്കിയിരിക്കും. അപ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. ഒരുപക്ഷെ സ്നേഹിച്ചവരുടെ അവഗണന ഓർത്തിട്ടാവാം ആ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവുക. സാറിനെ ഈ അവസ്ഥയിൽ ഒറ്റയ്ക്കാക്കി ഉപേക്ഷിക്കാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ തുടരുന്നത്. സ്നേഹിച്ച ഒരാൾക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഉപവാസമാണ് അതെന്ന് എനിക്ക് തോന്നി. ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി നമുക്കിഷ്ടമുള്ള പലതും വേണ്ടെന്ന് വെച്ച് മനുഷ്യർക്കായി മാറ്റിവെക്കപ്പെടേണ്ട ദിവസങ്ങളാണിത്. സ്നേഹത്തിൻ്റെ ആഴം തെളിയിക്കപ്പെടേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ സാമീപ്യം ആവശ്യമുള്ളവർ ഏറെയുണ്ട് നമുക്ക് ചുറ്റും. ഈ നോമ്പ് കാലത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും കരുതുവാനും നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.